ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. വാവ് ദിവസമാണ് കർക്കിടകത്തിലെ. ഇന്നലെ ആയിരുന്നു ബലിക്കൊക്കെ പ്രാധാന്യം. എങ്കിലും ഇന്ന് ഉച്ചവരെ വാവുണ്ട്. കർത്തവാവ എന്ന് പൊതുവേ ഇങ്ങനെ ജ്യോതിഷ ഫലങ്ങളൊന്നും പറയരുതെന്നാണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമാണല്ലോ, അതുകൊണ്ട് ഞാനത് അത്ര കണക്കിലെടുക്കുന്നില്ല. പൊതുവേ ഭവനത്തിലൊന്നും ആരെയും ഞാൻ ഇന്നത്തെ ദിവസം ബുക്കിംഗ് കൊടുക്കാറില്ല. അതിൻ്റെ കാരണം ഈ കർത്തവാവ് വർജ്യമെന്ന് പറയുന്നത് കൊണ്ടാണ്. കർക്കിടകത്തിലെ വാവ് പ്രത്യേകിച്ചിട്ടും പൊതുവേ ജ്യോതിഷികൾ നോക്കാതൊരു ദിവസമാണത്. ഏതായാലും കർക്കിടകം തുടങ്ങിയതിന് ശേഷം വളരെ ദുരന്തപൂർണമായ വാർത്തകൾ മാത്രം കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നും കേൾക്കുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ്. അതിൻ്റെ ഭീകരരൂപം പൂണ്ട അവസ്ഥയാണ്. ദുരന്തത്തിൻ്റെ അങ്ങേത്തലക്കുള്ള നമ്മളുടെ ചിന്തകൾക്കും കണക്കുകൂട്ടലിനും എല്ലാ കാൽക്കുലേഷനും അപ്പുറം അതിൻ്റെ വ്യാപ്തി ഭീകരമാണ് വയനാടിൽ നടന്നത്. പലർക്കും അതിൻ്റെ യഥാർത്ഥ ചിത്രം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ്. പക്ഷെ ഇത് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ഭയാനകമായ സംഭവമാണ് നടന്നതെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങൾ മുഴുവൻ കുട്ടിക്കാലത്തെ സഞ്ചരിച്ചൊരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ അവിടെയുള്ള ഓരോരോ പ്രദേശങ്ങളും അത് ഏത് വഴിയിലെ പോയാൽ എവിടെ എത്തിച്ചേരും എന്നൊക്കെ നേരിട്ട് അറിയുന്ന മനുഷ്യനാണ് ഞാൻ. കാരണം ഈ ചാലിയാർ ഒഴുകുന്ന റൂട്ട്, അതേപോലെ ഈ മേപ്പാടിയുടെ കുറച്ച് മേപ്പാടി ടൗണിൽ നിന്നും കുറച്ച് തള്ളിയിട്ടാണ് ഈ നമ്മൾ ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലം. ഒരു 10-16 കിലോമീറ്റർ വ്യത്യാസത്തിൽ കിടക്കുന്നു. അത് ഷോർട്ട് കട്ടിൽ അത്രയൊന്നും ഇല്ല വ്യത്യാസം. ഈ റോഡ് മുഖാന്തരം പോകുമ്പോഴാണ് ഈ വ്യത്യാസം. ഞാൻ അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 2005 ഓക്കെ. 8 മണി. ഡേറ്റ് പറയൂ ആദ്യം. 2005. ഏത് മാസം? ആഗസ്റ്റ്. തീയതി പറയൂ. 8 മണി. തീയതി പറയണം. മറ്റു വേറെ പറയാം. ഓ, അതില്ല. തിരുവോണ നക്ഷത്രം. നിങ്ങൾ ഡേറ്റും ടൈമും ഉണ്ടെങ്കിൽ അത് പറയൂ. ഇല്ല, മറ്റേത്. ഹലോ, ഇത് നമ്മളെ മേപ്പാടിയിലുള്ളതിനേക്കാളും വലിയ ദുരന്തമായിപ്പോയല്ലോ. പോട്ടെ. ഏതായാലും നിങ്ങൾ പിന്നെ വിളിക്കൂ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആ
ഈ ദുരന്തം നടന്ന മേഖലകൾ മുഴുവൻ കുട്ടിക്കാലം മുതലേ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള രൂപത്തിൽ പലതരത്തിലുള്ള ഇത്തരം ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, ഞാൻ നേരിട്ട് പോയിട്ടില്ല, പോകണം. ഈ പോകുന്ന വഴിയിലൊക്കെ തടഞ്ഞു നിർത്തുന്നതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പോകാതിരുന്നത്. കാരണം അത് ചില ആളുകൾ ടൂറ് പോലെ പോകുന്ന ആളുകളുമുണ്ട്. പിന്നെ എനിക്കൊന്നും ഈ പ്രായത്തിൽ പോയിട്ട് അവിടെ ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അത് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിലാണ്. പയ്യന്നൂരിന്ന്. ആ പറയൂ, ഡേറ്റ് പറയൂ. സാറേ 20/8/69. സമയം വെളുപ്പാൻ 2:40 അങ്ങനെയാ വന്നിട്ടുണ്ട്. വെളുപ്പാൻ 2:40. ശരി. ആ 5/2 ജനിച്ചത് കേട്ടോ. ആ സാറേ ആരുടേതാണ്? എന്റെ തന്നെ സാർ, എന്റെ തന്നെ. എന്താണ് അറിയേണ്ട വിഷയം? സാറേ ഒന്ന് സമയം നോക്കി തരാൻ വേണ്ടിട്ട്. അതെ, ഏത് വിഷയമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല ഇപ്പൊ നല്ല സമയം നോക്കാൻ വേണ്ടിയാ സാർ. ഇപ്പം നല്ല സമയം. തിരുവാതിര നക്ഷത്രക്കാരനാണ്. തിരുവാതിര അല്ല സാർ, വിശാഖാണ് സാർ. ഓ, വിശാഖാണ്. അപ്പോൾ പിന്നെ ആ കുഴപ്പമായല്ലോ. 20/5/1969 അല്ലേ? 28 8 സാർ. 8/8 ഓക്കെ സോറി. 8. ആ വിശാഖ നക്ഷത്രം. ആ ഓക്കെ. പിന്നെ നിങ്ങളുടെ സമയം ഇപ്പോൾ നടക്കുന്നത് കേതുദശയാണ്. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ആനുകൂല്യം അടുത്ത മാസം 7-ാം തീയതി വരെ ശനിയുടെ അപഹാരമാണ്. അതായത് കേതുദശയിൽ ശനിയുടെ അപഹാരം. അതിനുശേഷം മാറ്റം വരും. ഇപ്പോൾ ഉള്ള സമയം നല്ലതല്ല. ആരോഗ്യപരമായിട്ടൊക്കെ. ഓ, അതിനുശേഷം ബുധന്റെ അപഹാരം. ആ അപഹാരം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കേതുദശ കഴിയും. ബുധൻ ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസം 7-ാം തീയതി തുടങ്ങും. അപ്പോൾ അതുവരെ അഷ്ടമാധിപനായ ശനി ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതല്ല. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അത് നിങ്ങളെ വല്ലാതെ മാനസികമായിട്ടും വല്ലാതെ തളർത്തും. അപ്പോൾ അതുകൊണ്ടത് മാറ്റം വരും. ഈ പറയുന്ന ഈ ബുധന്റെ അപഹാരം വരുന്നതോടുകൂടി മാറ്റം വരും. പിന്നെ ശുക്രദശ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമായിട്ട് വരും. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ മാറ്റം പ്രതീക്ഷിക്കാം. ഈ ഒരു സമയം പരമാവധി ശ്രദ്ധിക്കുക. ഗണപതി ക്ഷേത്രത്തിലും മറ്റൊക്കെ ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ പിന്നെ ഈ മഹാദുരിതങ്ങൾ സമൂഹത്തിൽ വന്ന് ആ ഒരു എന്താ പറയുക ഭൂമിയുടെ അവസ്ഥ മാറ്റുന്നത് മാത്രമല്ല, മനുഷ്യരുടെ ഘടനയിൽ തന്നെ മാനസിക ഘടനയിൽ തന്നെ വലിയ ആഘാതമേൽപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ മാനസിക ഘടനയ്ക്ക് പോലും വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവരുടെ കാര്യമല്ല, ശരിയായ
മാനവികതയിലൂന്നി ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും അപരത്വം ഉള്ളവർക്കും ഇനി അനുതാപമുള്ളവർക്കും അത്തരം വ്യക്തികൾ അവരെ മാത്രമേ മനുഷ്യർ എന്ന വിളിപ്പേരിന് അവർ അർഹരാകുന്നുള്ളൂ. അല്ലാത്തവരൊന്നും മനുഷ്യരല്ല. അത്തരത്തിലുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് അത്തരം വ്യക്തികളുടെ കമൻറ്റ് കാണാം. ആ കമൻറ്റ് ഇട്ടവൻ അടികിട്ടിയത് കാണാം. അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയാണല്ലോ. കാരണം ഒരു തരം ക്രൂരമായ മനസ്സുള്ളവർക്ക് ചിലപ്പോൾ അവരോട് പൊതുജനം പ്രതികരിക്കുന്നത് അത്തരത്തിലായിരിക്കും. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിലായതുകൊണ്ടായിരിക്കും. അല്ലാതെ സാധാരണ സന്ദർഭങ്ങളിലാണെങ്കിൽ ആരും അതിനൊന്നും വലിയ പ്രതികരിക്കാനൊന്നും പോകില്ല, എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് വിട്ടേക്കും. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യ മനസ്സ് തന്നെ ആകെ മരവിച്ച് നിൽക്കുമ്പോൾ തെറ്റായ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആയി പോയാൽ പോലും കാണുമ്പോൾ എല്ലാവർക്കും ക്ഷമ ഉണ്ടാവണമെന്നില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ആ അടിയൊക്കെ കിട്ടാൻ കാരണം. ചില രോഗത്തിന് തല്ല് മാത്രമല്ലേ മരുന്നുള്ളൂ. അത് പറയാതിരിക്കാൻ വയ്യ. ചില രോഗം തല്ലുകൊണ്ട് മാത്രമേ മാറുള്ളൂ. അത് ഈ മന്ത്രവാദത്തിലെ അടിയല്ല, സാധാരണ നാടൻ അടി. അത് കൊള്ളേണ്ടി വരും. ആ കൊള്ളുമ്പോൾ മാത്രമേ ആ രോഗം ശമനം കിട്ടൂ. രോഗത്തിന് ഒരുതരം ചൊറിച്ചലാണല്ലോ. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? അഴീക്കോട്. പറയൂ സാർ. ആയിക്കോട്ടെ. നിങ്ങൾ ഡേറ്റ് പറയൂ. ഹലോ, ഡേറ്റ് പറഞ്ഞോളൂ. 28 ഓക്കെ. 28/7/2003. സമയം രാവിലെ 8:50. ആരുടേതാണെന്നും പറയൂ. മകളത്. ഓക്കെ. പുണർതം നക്ഷത്രം. ഹലോ, പുണർതമല്ലേ? അതെ, പുണർതം തന്നെ. അതെ. ഇപ്പം നടക്കുന്നത് ശനിദശയാണ്. അപ്പോൾ ശനി ഈ കുട്ടിയുടെ ജാതകത്തിൽ 2030 വരെ ഉണ്ട്. ഇപ്പം നടക്കുന്നത് ചൊവ്വയുടെ അപഹാരമാണ്. ഇനി വരാനുള്ളത് രാഹുവിൻ്റെ അപഹാരം, അതിനുശേഷം വ്യാഴത്തിൻ്റെ അപഹാരം. അപ്പോൾ അതുകൊണ്ട് ശനിയുടെ അപഹാരം വരെ രാഹുവിൻ്റെ അപഹാരം വരെ സമയം ഗുണകരമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പം നടക്കുന്ന ചൊവ്വയുടെ അപഹാരവും പിന്നെ 10ാം മാസം വരെയുണ്ട്. അതും നല്ലതല്ല. പഠിക്കുകയാണോ? പഠനം നല്ല നിലയിൽ പോകുന്നുണ്ടോ? ഇപ്പൊ നല്ല നിലയിൽ പോകുന്നുണ്ട്. ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ടുണ്ട്. ശരി. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ദോഷഫലങ്ങൾ കാണുന്നത് കൊണ്ട് അതിനൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിരിക്കും. പിന്നെ മാത്രമല്ല 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ജാതകവും കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് അതിനും പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ്റെ ദശയാണ് പൊതുവെ ഈ കുട്ടിക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുക. അത് ഈ 30-ന് ശേഷമാണ്. അപ്പോഴേക്കും 26-27 വയസ്സുണ്ടാവും. അത് വലിയ ഗുണം ചെയ്യുന്ന ദശയാണ്. നല്ല സമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം തലസമയം അത്ര നല്ലതല്ല. ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടോ? ഒരു ടെൻഷനൊക്കെ കാണിക്കും. അതാണ് ഇത്തരം സമയത്തിൻ്റെ പ്രത്യേകത. പക്ഷെ പൊതുവെ നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടി തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സമയത്തിൻ്റെ ദോഷം മാത്രമാണ്. എങ്കിലും അവൾ ഇപ്പോൾ MBA ഒക്കെ ഇപ്പോഴത്തെ എത്ര സമയദോഷം ഉണ്ടെങ്കിലും ഇതൊക്കെ കുട്ടികൾ വളരെ സീരിയസ് ആണല്ലോ. ഇപ്പം പഴയ പോലെ അല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. എന്നാലും അത് നേടിയെടുക്കാൻ സാധിക്കും. ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, ബുധന് ലഗ്നവുമായിട്ട് ബന്ധം വന്നാൽ വിദ്യാഭ്യാസം നല്ല നിലയിൽ പോകുമെന്നാണ്.
എങ്കിലും സമയത്തിൻ്റെ ദോഷമുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ടൂ വീലറൊന്നും ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞേക്കൂ. അതൊക്കെ ഈ സമയത്ത് അത്ര ഗുണകരമല്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, അപ്പോൾ ടൂ വീലറൊക്കെ ഇത്തരം സമയത്ത് വളരെ മോശമാണ്. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ള ബലവും കൂടി ഉണ്ടാവും. എന്തോ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. അതെ, ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടും ചില ആളുകൾക്ക്. അപ്പോൾ അതും വളരെ നല്ല ആയുർവേദപരമായ നല്ല ഇതൊക്കെ മേടിച്ച് കൊടുക്കണം. ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ട സാധനങ്ങൾ, ചില ലേഹ്യവും മറ്റൊക്കെ മേടിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഉള്ളിലെ കരുത്ത് കുറയും ഇങ്ങനെയുള്ള സമയത്ത്. ഒരു വേണ്ടത്ര ഒരു ഹെൽത്ത് കുറഞ്ഞ ഒരവസ്ഥ, അത് നിമിത്തം പ്രതിരോധശേഷി കുറയുക എന്നുള്ള ഫലം, ചെറിയ രോഗങ്ങളൊക്കെ ഇടക്കിടക്ക് ശല്യപ്പെടുത്തുക, ഇതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. ഒപ്പം ദൈവിക പരിഹാരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ ബന്ധപ്പെടണം. ഓക്കെ. പിന്നെ കല്യാണം ഞാൻ പറഞ്ഞല്ലോ, നല്ല കാലം വരട്ടെ, എന്നിട്ട് പോരെ. 26 വയസ്സ്, ഇപ്പം 26 വലിയ വിഷയമല്ലല്ലോ. 26 വയസ്സിലാണ് ബുധന്റെ ദശ തുടങ്ങുക. ഇപ്പം ഏതായാലും കോഴ്സ് തീരാൻ തന്നെ ഇപ്പം ചേർന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് 2-3 കൊല്ലം അത് വേണ്ടേ. അപ്പോഴേക്കും പിന്നെ ഏതായാലും ബുധന്റെ ദശ വരട്ടെ. ഇപ്പം നന്ന ചെറുപ്പത്തിലൊന്നും പെൺകുട്ടികൾ കല്യാണം കഴിക്കാനും തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബുധൻ വന്നോട്ടെ. 26 പ്രായമല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് അതായിരിക്കും ഗുണം ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് മതി. അങ്ങനെ അല്ലാതെ എനിക്കിപ്പം പെട്ടെന്ന് വേണമെന്ന് അവളും പറയുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അവള് പറയുന്നത് തൽക്കാലം അങ്ങനെ തന്നെ പോട്ടെ. പഠിപ്പെല്ലാം കഴിയട്ടെ. എന്നിട്ട് ബുധന്റെ ദശയിൽ എല്ലാ ഐശ്വര്യം വരുന്ന ഒരു ജാതകക്കാരിയാണിത്. പിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് ജോലിയൊന്നും ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ആള് കുറച്ച് വ്യക്തിത്വമുള്ള പെൺകുട്ടിയാണ്. വിൽ പവർ ഉണ്ട്, വ്യക്തിത്വം ഉണ്ട്, അതൊക്കെ ഉള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളെ ജോലിയാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ആണിനെ പോലത്തെ പെണ്ണ്. അങ്ങനെയാണ്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് തെറ്റൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികൾ തന്നെയാണ് വേണ്ടത്. ശരിക്കും പിന്നെ തീരെ പാവം പെൺകുട്ടിയൊക്കെ ഒന്നും ഇപ്പം ജീവിക്കാൻ പറ്റില്ല. അത് അങ്ങനെയല്ല. ശരിക്കും അതന്നെ ബോൾഡായ പെണ്ണാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് ടെൻഷൻ കയറും, അത് വേറെ കാര്യം. പക്ഷെ അതും ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധമില്ല. പൊതുവെ ആള് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള പെൺകുട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള ക്വാളിറ്റി കാണിക്കും ഈ പെൺകുട്ടി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെ അതേപോലെയുള്ള ഓഫീസിലോ മറ്റൊക്കെ അതിൻ്റെ ഇതായിട്ട് ചീഫായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മൊത്തമുള്ള സബോർഡിനേറ്റ്സിനോട് അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയൊക്കെ ഇവർക്ക് കാണിക്കാൻ പറ്റും ഇത്തരം വ്യക്തികൾക്ക്. അതിവിടെ ഉണ്ട് ജാതകത്തിൽ. അതിൻ്റെയൊക്കെ സൂചനകൾ അങ്ങനെയൊക്കെ ആയി തീരട്ടെ, നല്ല നിലയിലായി വരട്ടെ. പിന്നെ ഈ സമയത്തിന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടി വരിക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ ദുരന്തം നടന്നിരിക്കുന്ന അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ സമൂഹത്തിലേക്ക് ഒന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് തന്നെ അയച്ചതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കർക്കിടക എന്നെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ അയക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇതിൽ പങ്കുകൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളാലാവുന്ന രൂപത്തിൽ നമ്മൾ
ഓരോരുത്തരുടെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പിക്കണമല്ലോ. കാരണം ഇത് ആർക്കും നാളെ വന്നു ചേരാമല്ലോ. ഇത്രയധികം ആളുകൾ, അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചവരല്ലേ. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതെ ശൂന്യതയിലേക്ക് പോകുന്നത്. പിന്നെ അവരെ സഹായിക്കുന്നത് അതിനൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ ചാനലുണ്ട്. ആ ചാനലാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അല്ലാതെ ഓരോ വ്യക്തിയും പോയിട്ട് ഇപ്പോൾ സഹായിക്കുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല അത് അവർക്ക് സ്വീകരിക്കാനും പറ്റില്ല. അതെങ്ങനെയാണ് പറ്റുക? ഇപ്പം ഞാൻ പോയിട്ട് പറയുന്നത് ഞാനൊരു വീട് തരാമെന്ന് പറഞ്ഞാൽ മറ്റേവൻ എങ്ങനെയാണ് അത് സ്വീകരിക്കുക? അത് പിന്നെ അയാളുടെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന വിഷയമല്ലേ. അയാൾക്ക് അയാളുടേതായ വ്യക്തിത്വമില്ലേ? അയാളിപ്പോൾ ഒരു പെട്ടെന്നൊരു മഹാദുരന്തത്തിൽ, ഒരു കലാമിറ്റി, ഒരു പ്രകൃതി ദുരന്തം, അതിൻ്റെ ഭാഗമായിട്ട് അയാൾ പെട്ടെന്ന് അനാഥനായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ അനാഥത്വം ഫീൽ ചെയ്യും ഇത്തരം സമയങ്ങളിൽ. അപ്പോൾ അനാഥനായിപ്പോയി എന്ന് വെച്ചിട്ട് അയാളുടെ മാനസിക ഘടനയ്ക്കൊന്നും വലിയ അനാഥൻ്റെ മാനസിക ഘടന വരുന്നില്ല അയാൾക്ക്. അല്ലെ തന്നെ കേരളത്തിൽ 10-25 കൊല്ലമായിട്ട് ആർക്കും അത്തരം മാനസിക ഘടനയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, മേലാളന്മാരും കീഴാളന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ആരും മേലാളനുമില്ല, ആരും കീഴാളനുമില്ല. ആരും മേലാളനായിട്ട് നിൽക്കുന്നവനെ ഒരുത്തൻ വകവെക്കാനും പോകുന്നില്ല. അങ്ങനെ അങ്ങോട്ട് കളിച്ച് നാടകം കളിച്ചങ്ങ് പോകുക എന്നല്ലാതെ കാണുന്നവന് പുച്ഛമാണ്. അത് ആരായാലും ശരി. അത് ഇന്നേ മേഖലയിൽ നിന്നല്ല, അത് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അത്തരത്തിലുള്ള വ്യക്തികളോടൊക്കെ ഇപ്പോൾ സമൂഹത്തിനൊരു പുച്ഛമാണ്. പണ്ടത്തരത്തിൽ കളിക്കുമായിരുന്നു. പണ്ടത്തെ അധികാരി എന്നെല്ലാം പറഞ്ഞ ആരാണ്? അധികാരി അങ്ങൊന്നും ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ ഭയങ്കരമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അധികാരി എന്താണ്? അന്ന് ഒരു അധികാരിയുടെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അത്രമാത്രം ഭയങ്കരമായിരുന്നു അത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ. മറ്റേതൊരു പോലീസുകാരൻ മുതലും വേറെ അങ്ങോട്ടേക്ക് DYSP ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട, ആളുകൾ കാണുമ്പോൾ തന്നെ വിറക്കാൻ തുടങ്ങും. അത്തരത്തിലുള്ള വേറൊരു സർക്കിള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നല്ല. ഇതൊക്കെ ഒരു 25 കൊല്ലം മുമ്പ് വരെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ ആരെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് പേടി? അങ്ങനെയുള്ള പേടി, നിയമത്തെ പേടിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ മറിച്ച് ഒരു ഉദ്യോഗസ്ഥനെന്നുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള ഇതൊന്നുമില്ല. ചിലപ്പോൾ അയാൾ അത്തരം കളി കളിച്ചാൽ അയാളുടെ തൊപ്പി തെറിക്കാം. ചിലപ്പോൾ ഇന്നലെ ആർക്കോ പാലും വെള്ളം കൊടുത്ത പോലെ പാലും വെള്ളം കൊടുക്കുകയും ചെയ്യും ആൾക്കാർ. കാരണം കാലം മാറിപ്പോയി. അത് ലോകത്തിന് മൊത്തം വന്ന പരിവർത്തനമാണ്. ആ പരിവർത്തനം ഏറ്റവും കൂടുതൽ വന്നത് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ആ പരിവർത്തനം വന്നത്. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെ തൊഴുതു പിടിക്കുന്നതും ജമ്മിമാരെ തൊഴുതു പിടിക്കുന്നതൊക്കെ വളരെ ഇതാണ്. അവിടെ നാട്ടുകൂട്ടമാണ്. തമിഴ്നാട്ടിൽ പോലും കർണാടകത്തിൽ പോലും നാട്ടുകൂട്ടത്തിൻ്റെ കൽപ്പനകൾ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അവരിയ്ക്കുക. കർണാടകത്തിലെ ഹള്ളികളിൽ, ഗ്രാമങ്ങളിൽ അവിടെ ഒരു തർക്കം വന്നാൽ അത് പോലീസ് സ്റ്റേഷനിലോ പിന്നെ കോടതിയിലേക്കോ പോകുന്നതിന് മുമ്പേ നാട്ടുകൂട്ടമാണ് തീരുമാനിക്കുക. അപ്പോൾ അവിടുത്തെ മുഖ്യസ്ഥനുണ്ട്. ആ മുഖ്യസ്ഥനെ അങ്ങനെ തള്ളിക്കൊണ്ട് ആ നാട്ടിലുള്ള ഒരു പൗരന് കുറച്ച് ബുദ്ധിമുട്ടാണ് അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. കേരളത്തിലൊന്നും അതൊന്നും ഇല്ല. അത് ഓരോ സൊസൈറ്റിയുടെ വടക്കേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് അതിഭീകര രൂപം പ്രാപിക്കുന്നുണ്ട്. അത് കുറേയും കൂടി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരുടെ മേത്ത് അധീശത്വം നടപ്പിലാക്കുക, അത് ജാതി സമ്പ്രദായത്തിലുമുണ്ട്. അത് പിന്നെ ഉയർന്ന ജാതിക്കാരൻ, താണജാതിക്കാരൻ, ആ താണജാതിയിൽപ്പെട്ട പെൺകുട്ടിക്കൊന്നും മിണ്ടിക്കൂടാ, അവളുടെ ശരീരത്തിൻ്റെ മുകളിൽ തന്നെ കടന്നാക്രമണം ഉണ്ടാവും. അതിനെ ചോദ്യം ചെയ്താൽ ഉന്നാവയിലെ പെൺകുട്ടിക്ക് നടന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഉത്തർപ്രദേശിലുള്ള. ആ കുടുംബത്തിൽ ഇനി ആരും ബാക്കിയുണ്ടോ? അതൊക്കെ ഇപ്പോഴും മാടമ്പിത്തരമാണ് അവിടെയൊക്കെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഒരു 10-50 കൊല്ലം മുമ്പേ നമ്മളെ കേരളത്തിലും ഉണ്ടായിരുന്നു ആ മാടമ്പിത്തരം. അതൊക്കെ ഇന്നെവിടെ?
ആ മാടമ്പിത്തരം മുഴുവൻ ഇല്ലാതായി കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ. അതേപോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലൊക്കെ അങ്ങനെ ആയി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ലോകം വെളുത്തല്ലേ പറ്റും, മുമ്പോട്ടാണല്ലോ പോകുന്നത്, സംശയമില്ലല്ലോ. അത് ലോകത്തിൻ്റെ പൊതുവായൊരു ഗതിയാണല്ലോ മുന്നോട്ടേക്ക് ഗമിക്കുക എന്നുള്ളത്. പുറകോട്ടേക്ക് എന്തായാലും ഒരു സമൂഹത്തിനും സഞ്ചരിക്കാനാവില്ലല്ലോ. അപ്പോൾ മുമ്പോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർ അത്തരത്തിലുള്ള തെറ്റിനെയും തോന്നിയവാസങ്ങളെയും സമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അഞ്ചരക്കണ്ടി പറയൂ. 29/12/1989. 29/12/1989. സമയം പറയൂ. രാവിലെ 10:30. പൂരാട നക്ഷത്രം ആ, എന്താണ്, ആരുടേതാണ്? ഹസ്ബൻഡിന്റെയാണ്. ഓ, ഹസ്ബൻഡിന്റെയാ. ഹസ്ബൻഡ്. എന്താണ് ഹസ്ബൻഡിനെ കൊണ്ട് അറിയേണ്ട കാര്യം? ജോലിന്റെ എല്ലാം. രാഹുദശയിൽ നടക്കുന്നത് കേതുവിൻ്റെ അപഹാരമാണ്. 2025 ഫെബ്രുവരി വരെ മോശമാണ്. 7 മാസം ഇനിയും ഉണ്ട് ദോഷം. അതെ. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലൊന്ന് മാറി ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കാം ശുക്രൻ്റെ അപഹാരം വരുമ്പോൾ. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ആ, വിദേശത്താണ്. ജോലി ചെയ്യുന്നുണ്ടല്ലേ? ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ് പറയുന്നത്. പൈസയൊന്നും പക്ഷെ അത് തന്നെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അയാൾ നേരിടുന്നത്. ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ? നാട്ടില് ആദ്യം പറഞ്ഞു നാട്ടില് നിക്കോന്നല്ല. ഒരു മടുപ്പടിക്കുന്നുണ്ട് അയാൾക്ക്. ഒരുപാട് ഉണ്ടേനും നാട്ടില് വീടെടുത്തിട്ടുണ്ടേനും. ഒരു ഫോൺ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് അല്ലേ? അതെ. നിങ്ങളോടും തട്ടിക്കരുന്നുണ്ടോ? അങ്ങനെയില്ല. സമാധാനം. കാരണം അത്തരം ഒരു വല്ലാത്തൊരു അവസ്ഥ അയാൾ അനുഭവിക്കുന്നുണ്ട്. വിട്ടു നിൽക്കുന്നതിൻ്റെ പ്രശ്നവും വേറെ, പൈസയുടെ പ്രശ്നം വേറെ, ജോലി സ്ഥലത്തുള്ള പ്രഷർ വേറെ. ആ കൂടി ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അയാൾ അനുഭവിക്കുന്നത് ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങളോട് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നല്ല കാലം വരും ഇയാൾക്ക്. ചിലപ്പോൾ ഈ പറയുന്ന പീരീഡിന് ശേഷം ഒരു മാറ്റം വരും. ഫെബ്രുവരി പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടും. അത്രമാത്രം മോശമുണ്ട് സമയത്തിന്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ രാഹുദശയാണ്. ആ രാഹുദശ ഇയാൾക്ക് ഇനിയും ഉണ്ടല്ലോ, 31 വരെ ഉണ്ടല്ലോ. ഇപ്പം കേതുവിൻ്റെ അപഹാരം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഈ അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ തീരുന്നുള്ളൂ. അത് കഴിഞ്ഞാലും പിന്നെയും രാഹുദശയുടെ ദോഷമുണ്ട്. അത് 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. സകലം വിനാശം എന്ന് ശാസ്ത്രഫലം പറയുന്നു. എല്ലാം അതുപോലെ ആർക്കും ഒന്നും കടന്നും കൊടുത്താൽ കിട്ടില്ലെന്ന് പറയണം. അതേപോലെ കുറി വെക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. അവിടെ കുറിയൊക്കെ വെച്ചിട്ട് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറിയിലൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കും. അല്ല, എന്തെങ്കിലും നമ്മളൊരു 10 റുപ്യ ഏതെങ്കിലും രൂപത്തിൽ വന്ന് അതൊന്ന് സ്വരൂപിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലും തട്ടിച്ചു കൊണ്ടുപോകാൻ ആളുണ്ടാവും ഇങ്ങനെയുള്ള സമയത്ത്. അതുപോലെ കുഴലിലൊന്നും അയക്കണ്ട ഇപ്പം തൽക്കാലം ഒന്ന് പറഞ്ഞേക്കൂ. എല്ലാം പ്രോപ്പർ ചാനലിൽ മാത്രം മതി. ചിലപ്പോൾ കുഴലിലും ചതി വരും. അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണിത്. പൊതുവേ കുഴലിലൊന്നും ചതി വരാതെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സമയം, ഇയാളുടെ സമയം അങ്ങനെ ആയതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് മതിയെന്ന് പറയും. പിന്നെ ആരോഗ്യപരമായിട്ടും വെള്ളം നല്ലോണം കുടിക്കാൻ പറയണം. ഇപ്പൊ അവിടെ ഭയങ്കര ചൂടാണ്. അവിടെ ഭയങ്കര ചൂടാണ്.
ആ അവിടെ ഭയങ്കര ചൂടാണ് ആ കാലാവസ്ഥ. അതാ ഞാൻ പറഞ്ഞത്, വെള്ളം നല്ലോണം കുടിക്കാൻ പറയണം. ആ പൊതുവേ എല്ലാം കൊണ്ടൊരു അരവട്ടനെ പോലെ കളിക്കുന്ന സമയമാണ്. ഇത് കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഉള്ള തൽക്കാലത്തേക്കുള്ള കഠിന ദോഷം ഞാൻ ഈ പറഞ്ഞ 7 മാസമാണ്. അത് കഴിഞ്ഞാൽ മാറ്റം വരും. ഓക്കെ, ആ ഓക്കെ. ഏതായാലും എന്തെങ്കിലും വേണമെങ്കിൽ നേരിട്ട് തന്നെ ബന്ധപ്പെടുക. ഓക്കെ, ശരി ഓക്കെ. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ചെയ്യുന്ന ഇതിലല്ലാതെ ഒന്നും നമ്മൾ നേരിട്ടൊന്നും ചെയ്യുന്നത് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഇപ്പം തൽക്കാലം ഒരു ദുരന്തം ഫേസ് ചെയ്തു, അവരാകെ ഒതുങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് നമ്മൾ വലിയ ആളാവുന്നു അവർ ചെറിയ ആളാവുന്നു ഇല്ല. നേരിട്ട് പോയിട്ട് അങ്ങോട്ട് കൊടുക്കാനൊന്നും അവർക്ക് മേടിക്കാനും പറ്റില്ല. അവരൊന്നും അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവരൊന്നും അല്ല. നല്ല നിലയിൽ ജീവിച്ചവരാണ്. ഓരോരുത്തരുടെ വീടും കാറൊക്കെ കാണുന്നില്ലേ? നമ്മൾക്കാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ അന്നേരം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഉടനെ തന്നെ ഒരുത്തൻ ഇങ്ങോട്ട് തരുമ്പോൾ എന്നാ പിടിച്ചോ ഒരു പാൻറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഉടനെ ഞാനൊരു ചെറിയൊരു വണ്ടി മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ മേടിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ആ പറയുന്നത് തന്നെ തെറ്റല്ലേ? ഞാൻ നേരിട്ട് ചെയ്തോളാം, ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊക്കെ പറയുന്നതൊക്കെ ആളെ ഒരു മാതിരി ആക്കുന്ന പരിപാടിയല്ലേ? അതാർക്കാണത് സ്വീകരിക്കാൻ പറ്റുക? നമ്മൾ സ്വീകരിക്കുമോ? അതാണല്ലോ ഈ അനുതാപം എന്നുള്ള വാക്ക് അറിയാതെ കൊണ്ടാണ്. ഒരുത്തനൊരു വിഷമം വന്നാൽ അവൻ്റെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിക്കുക. അന്നേരം ഇത്തരം വർത്തമാനങ്ങൾ പറയില്ല. അപരത്വം, മറ്റേവരുടെ താതാത്മ്യം പ്രാപിക്കുന്ന പരിപാടി, അതൊന്നും ഇല്ലാത്തവർക്കാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ കഴിയുക. അവർക്കെന്തും വിളിച്ചു പറയാം തൽക്കാലത്തെ ആളാകാമെന്ന് വേണ്ടിയിട്ട്. ഒരു മനുഷ്യൻ്റെ ഒരു വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ നമുക്ക് ഈ ഒരു സംഭവത്തിൽ പൊതുവെ വല്ലാത്തൊരു നിസ്സഹായത്വം കണ്ടു നിൽക്കുന്ന നമ്മളെയും അതേപോലെ അപ്പം നമ്മൾക്ക് ഇത്രമാത്രം ഈ സങ്കടക്കടലിലേക്ക് നമ്മൾ തള്ളി വീണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കണ്ടു നിൽക്കുന്ന TV കണ്ട നമ്മൾക്ക് ഇത്രമാത്രം അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മറ്റവരുടെ അവിടെ ഉള്ള നേരിട്ട് ഇതിൻ്റെ ആഘാതം അനുഭവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതിൻ്റെ ഒരു സൂചനയാണ് തോന്നുന്നു. എന്തോ ഒരു ദുരന്തം വരാനുള്ളതിൻ്റെ സൂചനയാണ് അർജുൻ്റെ സംഭവത്തിൽ കർണാടകത്തിൽ കണ്ടത്. അവിടെ 10 പേര് മരിച്ചു, 3 പേരെ കിട്ടിയില്ല. ഇവിടെ 500 ആൾ, ഇപ്പോൾ 200 ചില്ലറ ആളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ മരിച്ച കൂട്ടത്തിൽ തന്നെയാണ്. 550 മേലെ ആൾക്കാർ മരിച്ചു. അത് തന്നെ അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഈ പാടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഈ ലയം എന്നൊക്കെ പറയുന്നത്, അത് ഈ ഇവിടെയൊക്കെ അത്തരം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പോരാതെ ഈ അതിഥി തൊഴിലാളികളും ഉണ്ടാവും. ബീഹാറിൽ നിന്ന് വന്ന അടക്കം ആളുകളുണ്ട്. അവരൊന്നും കൃത്യമായ കണക്ക് കിട്ടില്ല. ഏതാണ്ടൊരു കണക്കാണ് 10-600 ആൾ മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അത്രമാത്രം ഒരു ഇത് ഈ അർജുൻ്റെ അവിടെ ഇത്രയും ചെറിയ 3 പേരെ കാണാതായി. ആ സ്ഥാനത്ത് ഇവിടെ 300 ആൾക്കാരെ കാണാനില്ല. നമ്മൾ ചിന്തിച്ച് നോക്കുമോ അതിൻ്റെ ഭീകരത? ഇനി ഇതിനേക്കാളും വലുതൊന്നും വരാനുണ്ടോ എന്ന് സംശയമുണ്ട്. അത് സാക്ഷാൽ മുല്ലപ്പെരിയാറാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇത് വരില്ല എന്നൊന്നും ആരും ധരിക്കണ്ട. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. എവിടെ നിന്നാണ്? കൂത്തുപറമ്പിൽ. പറയൂ, ഡേറ്റ് പറയൂ. 10/8/98. 10/8/98. സമയം പറയൂ.
7:35 AM. ചതയം നക്ഷത്രം. ചതയം. ഹലോ, ഹലോ, ചതയമല്ലേ? പൂരിട്ടാച്ച എന്നല്ലേ പറഞ്ഞ? 10/8/98 അല്ലേ? ആ, 7:32 AM PM? 35 35 PM ആണോ? AM. AM ചതയം തന്നെയാണല്ലോ. ഇതല്ല. ചതയം കഴിഞ്ഞിട്ടില്ല. ആ, എവിടെയാ ജനിച്ചത്? ഇരുട്ടി. ആ, അതെല്ലാം വലിയ വ്യത്യാസമില്ലല്ലോ. നിങ്ങളോട് ആരാണ് പൂരട്ടാതി എന്ന് പറഞ്ഞു? അത് പിന്നെ നമ്മളൊരു പള്ളിയിലച്ഛൻ പറഞ്ഞു. ഓ, പള്ളിയിലച്ഛൻ പറഞ്ഞു. ഇവിടെ ഏതായാലും നിങ്ങളെ നക്ഷത്രം ചതയമാണ്. ചതയം കഴിഞ്ഞിട്ടില്ല. ഇത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? പെൺകുട്ടീൻ്റെ. ആ, ചതയം തന്നെയാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ, ഈ പറയുന്ന നക്ഷത്രം മാറുന്നുള്ളൂ. അതല്ലേ? ആ, എങ്ങനെയോ ജ്യോതിഷി ഗണിച്ചതിലുള്ള കുഴപ്പമായിരിക്കാം. ഇപ്പം നടക്കുന്നത് ഇപ്പം ശനിദശയാണ്. 2033 വരെ ശനിയാണ്. ശനി നീചത്തിലുള്ള ശനിയാണ്. അത് കല്യാണ സംബന്ധമായിട്ട് ദോഷമുള്ള ശനിയാണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം 26 വയസ്സായില്ലേ? അതെ, 25 വയസ്സും 11 മാസമായി. കല്യാണ സംബന്ധമായിട്ട് കുറച്ച് ദോഷം കൂടുതലായിട്ടുള്ള ജാതകമാണ്. 7ാം ഭാവപതി ശനി നീചത്തിൽ നിൽക്കുന്നു, 7 കേതു നിൽക്കുന്നു. ഇപ്പം പോരാത്തതിന് ഇപ്പം 7 ശനിയുടെ ദോഷങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഒരു പിഴച്ച ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത് നന്നായിരിക്കും. അതിൽ ഇപ്പോൾ ഉള്ള ശുക്രൻ്റെ അപഹാരമാണെങ്കിൽ അതും കഴിയാൻ പോവുകയാണ്. അടുത്ത മാസം സെപ്റ്റംബർ 7-ാം തീയതിയോടുകൂടി ശുക്രൻ്റെ അപഹാരവും തീരും. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഇനി അങ്ങനെ വേഗത്തിൽ വേണമെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം. 33 വരെയാണ് ശനിദശ ഉള്ളത്. അതുവരെ കാക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പം തന്നെ 26 വയസ്സായില്ലേ? 26 വയസ്സ് ഇപ്പം തന്നെ ആയി. ഇനിയും 6-7 കൊല്ലം 8 കൊല്ലമൊക്കെ കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടും. ഓക്കെ? അത് വ്രതം എടുക്കാനും പരിഹാരങ്ങളൊക്കെ ഉണ്ട് അതിന്. അതിനുശേഷം മാറ്റം വരും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ ഇങ്ങനെ ഇത്രയും ഭീതിജനകമായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ ഏതായാലും കേരളം ഇന്ന് വരെ, പണ്ട് പ്രളയകാലത്തായിക്കോട്ടെ കോവിഡ് കാലത്തായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും അതൊന്നും ഒരു ഇത്രമാത്രം നമ്മളെ ബാധിച്ചിട്ടില്ല. കാരണം നമ്മൾ പ്രളയകാലത്ത് പോലും നമ്മളിങ്ങനെ TV കണ്ടിട്ട് സങ്കടപ്പെട്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കൂട്ടമരണമല്ലല്ലോ അവിടെയൊക്കെ നടന്നത്. പല സ്ഥലങ്ങളിലായിട്ടാണല്ലോ മനുഷ്യർ മരിച്ചതൊക്കെ. പിന്നെ ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു നമുക്ക് എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമായിപ്പോയല്ലോ. ഇതേ സംഭവം തന്നെയാണ് ഇനി വീണ്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ പകുതി നശിച്ചു പോകുന്ന, പകുതിയല്ല, എത്ര പേര് ആ കടലിൽ പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും പിന്നെ എന്താ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണോ ആൾക്കാർ എന്ന്. അതല്ല. ആൾക്കാർ ഇതിൻ്റെ വിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഇപ്പം ഇടുക്കി താങ്ങും എന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. ഏത് ഇടുക്കിയാണ് താങ്ങുക? ഇടുക്കിക്ക് താങ്ങാൻ ഒരു കണക്കില്ലേ? അതായത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി അണക്കെട്ട് താങ്ങിക്കോളും എന്നാണല്ലോ
ഒരു സമാധാനിച്ചിട്ട് ഇരിക്കുന്നത്. പക്ഷേ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിൻ്റെ അളവ് അതിൻ്റെ പൂർണ്ണതയിൽ ആരും മനസ്സിലാക്കിയിരിക്കുന്നു? അത് എത്രമാത്രം ശക്തിയിലാണ് വന്ന് പതിക്കുക? അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ എന്ത് ഇടുക്കിക്ക് താങ്ങാനാണ് സാധിക്കുക? ഇപ്പോൾ ഇടുക്കി പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചൈനയിലൊക്കെ. അത് നമ്മൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. വലിയ അണക്കെട്ടുകൾ പൊട്ടിയിട്ട് പതിനായിരങ്ങൾ അങ്ങ് പരലോകം പൂകിയ കഥകൾ. ഇതിപ്പം നമ്മളെ വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓരോ സംഭവങ്ങളും ഇപ്പോഴത്തെ പ്രത്യേകിച്ചിട്ടും ചെറുപ്പക്കാർക്ക് നോക്കാലോ. എന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചൂടാക്കിയിട്ടില്ലെങ്കിൽ കേരളം തന്നെ നശിച്ചു പോകുന്നൊരു വിഷയമല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു വയനാട് ഡിസ്ട്രിക്റ്റിലെ ഒരു ഇത് മാത്രമാണ്. അതിനെ എന്തായാലും അതിജീവിക്കാൻ പറ്റും. കാരണം ജനങ്ങളുടെ മനസാക്ഷി ഉണർന്നിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തിന് മേലെ ആളുകൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ അയച്ചു കഴിഞ്ഞു. ഒരുപാട് ഇവരെ നല്ല നിലയിലൊക്കെ പുനരധിവസിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ അതുപോലെ ആയിരിക്കില്ല മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. അത് എന്നാലാവുന്ന വിധം ഞാൻ നിങ്ങളെ ബോധവൽക്കരിക്കുന്നതാണെന്ന് തന്നെ വിചാരിച്ചതുള്ളൂ. ഒരു പൗരൻ എന്നുള്ള രൂപത്തിൽ അതെൻ്റെ ധർമ്മവും കടമയുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം പ്രകൃതീശ്വരിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണല്ലോ. ഞാനും ദേവിയുടെ കാര്യങ്ങളല്ലേ പറയുന്നത്. പക്ഷെ ഇന്ന് ദേവിയുടെ കാര്യം പോലും മാറ്റി വെച്ചിട്ട് ഇത് മാത്രം പറയുന്നത് എന്നെയും ഇത് ബാധിച്ചത് കൊണ്ടാണ്. ഒരു അത്യധികം ദുഃഖം ഞാനും അനുഭവിക്കുന്നുണ്ട്. മനുഷ്യാവസ്ഥ വളരെ നിസ്സഹായമായ അവസ്ഥ മനുഷ്യരുടെ അവിടെ. അപ്പോൾ പ്രത്യേകിച്ചിട്ടും പിന്നെ ഇത്തരം ദുരന്തങ്ങൾ ചെറിയ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അവരവരാൽ കഴിയുന്ന രൂപത്തിൽ ഇത്തരം സമയത്ത് സഹജീവികളെ സഹായിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവർ മനുഷ്യരല്ല. അത് ധനം കൊണ്ടും മറ്റ് പല കാര്യങ്ങളെ കൊണ്ടും ചെയ്യാം. അപ്പോൾ നമ്മളാലാവുന്നത് അങ്ങോട്ട് ചെയ്യുക, അത്രയല്ലാതെ ഇപ്പം യൂസഫ് അലി ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അയാളുടെ മോളെ ഭർത്താവ് 50 കോടി കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യട്ടെ. അത് അവർക്ക് സാധിക്കുന്ന നല്ല കാര്യം തന്നെ. പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിന് മൂല്യമുണ്ടാവുന്നത്. അല്ലാതെ ഇത് എനിക്കിങ്ങനെ പിന്നെ പിടിച്ച് വെച്ചിട്ട് എന്താണ്, ഒരു ദിവസം പോകുമ്പം എന്തെങ്കിലും കൊണ്ടുപോകുമോ? അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൊന്നും പെടാതിരിക്കാൻ എല്ലാവരെയും ദേവി കാത്തുരക്ഷിക്കട്ടെ. ദേവിയുടെ മാഹാത്മ്യത്തിൻ്റെ അർത്ഥമൊന്നും ഇന്ന് പറയുന്നില്ല. അടുത്ത ആഴ്ച മുതൽ നമുക്ക് വീണ്ടും പറയാം. ഈ ദുരന്തത്തിലകപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കുക. ഞാനും എന്നാലാവുന്ന വിധം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അത്രയൊക്കെയല്ലേ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം അതിനെക്കുറിച്ച് കളിയാക്കി പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു ഓരോ ആളുടെ രീതിയാണല്ലോ. നിങ്ങൾ ഭക്തന്മാരായ ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദേവി ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.